മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. സനാതനധർമ്മം ഒരു 10,000 വർഷത്തെ പാരമ്പര്യവുമായിട്ട് ഇന്നും ഈ ഭൂമുഖത്ത് നിലനിൽക്കാനും ഒരു മിഷണറിയുമില്ലാതെ, ഒരു പോപ്പും ഒരു മതമേധാവിയുമില്ലാതെ പ്രചരിക്കാനും കാരണം ആവശ്യത്തിനുള്ള ആത്മീയതയും അത്യാവശ്യമായ ധാർമ്മികതയും ഭാരതീയരുടെ മനസ്സിൽ നിലനിന്നതുകൊണ്ടാണ്. ആത്മീയതയും ധാർമ്മികതയും ഒരുമിച്ച് ചേരുമ്പോഴാണ് മനസ്സ്, ശരീരം, കുടുംബം, സനാതനധർമ്മം, സമൂഹം, രാഷ്ട്രം, മാനവരാശി ഇവയെല്ലാം സമഞ്ജസമായി നിലനിൽക്കാൻ കാരണം ആത്മീയതയും ധാർമ്മികതയും കറക്റ്റ് പ്രപ്പോർഷനിലുള്ളത് കൊണ്ടാണ്. ധാർമ്മികത എല്ലാവർക്കും ഒരേപോലെ വേണം, ആത്മീയത എല്ലാവർക്കും ഒരേപോലെ വേണ്ട. ആത്മീയത എല്ലാവർക്കും ഒരേപോലെ ആവശ്യമില്ല. സാധാരണക്കാരിൽ സാധാരണക്കാരായ വ്യക്തികൾക്ക് അല്പം ആത്മീയത മതി. ഇന്റലക്ച്വലി ഉയരുന്നതിനനുസരിച്ച് ആത്മീയതയുടെ ഇന്റൻസിറ്റിയും ഒരു തരത്തില് താഴ്ചയും വ്യാപ്തിയും ആത്മീയതയുടേത് വർദ്ധിക്കണം. ഏത് ജാതിയിൽ പെട്ട വ്യക്തിയാണെങ്കിലും അയാള് ഒരേ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വളരുന്നില്ല, ഉയരുന്നില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ, ഡൂയിങ് ദ സെയിം തിങ് ബൈ ദ സെയിം പേഴ്സൺ ഫോർ ദ സെയിം നമ്പർ ഓഫ് ഇയേഴ്സ് ആൻഡ് എക്സ്പെക്ടിങ് ഡിഫറെന്റ് റിസൾട്ട് ഈസ് നത്തിങ് ബട്ട് ഇൻസാനിറ്റി. ഒരേ കാര്യം ഒരേ ആള് ഒരേ കാലയളവിൽ ഒരേപോലെ ചെയ്തുകൊണ്ടിരുന്നാൽ വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ കിട്ടുമെന്ന് ധരിക്കുന്നത് മതിഭ്രംശമാണ്. അപ്പൊ ഒരേ ആൾ ഒരേപോലെ ചെയ്തുകൊണ്ടിരുന്നാൽ അയാൾ വളരുന്നില്ല. സ്റ്റാഗ്നേഷൻ ഈസ് ഡെത്ത്, ലൈഫ് ഈസ് ഗ്രോത്ത്. പക്ഷെ അതിൽ നിന്ന് അയാൾ ഉയരുകയാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ആത്മീയത അയാൾക്ക് ആവശ്യമാണ്. ഇപ്പൊ വെറും ക്ഷേത്ര ദർശനത്തിൽ നിന്ന് വീട്ടിൽ ആരാധന, കുറച്ച് ധ്യാനം, നല്ല മന്ത്രങ്ങൾ ശ്രവിക്കല്, കേൾക്കല്, പഠിക്കല്, കുറെ കൂടി ഉയർന്നു കഴിഞ്ഞാൽ പഠിച്ചത് പഠിപ്പിക്കല്, നന്മകൾ വളരെ കാര്യമായിട്ട് ചെയ്യല്, ഇതെല്ലാം ആത്മീയതയുടെ ഭാഗമാണ് ഭാരതത്തില്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ, ഭൗതികമായിട്ടുള്ള വളർച്ച ഭൗതികമായിട്ടുള്ള സുഖം നമുക്ക് നൽകും. ആത്മീയമായിട്ടുള്ള വളർച്ച മാനസികവും ശാരീരികവും കുടുംബപരവും സമൂഹപരവുമായ, മറ്റൊരർത്ഥത്തില് സ്പിരിച്വൽ ആൻഡ് വേൾഡ്ലി എൻജോയ്മെന്റ് നമുക്ക് ലഭിക്കാൻ ഭാരതീയ ആത്മീയതയിലൂടെ സാധിക്കും. ഞാനിതിത്രയും പറയാൻ കാരണം, കർക്കിടക മാസത്തിലെ രാമായണം വായനയായാലും നമ്മുടെ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളായാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആത്മീയതയുടെ പേരിൽ ചെയ്തു കൂട്ടുന്ന ആഡംബരം നിറഞ്ഞ അനാവശ്യമായ അനവധി കാര്യങ്ങൾ, അവയെല്ലാം വേണ്ടതിനും വേണ്ടാത്തതിനും നമ്മൾ ആത്മീയതയുമായിട്ട് കൂട്ടിച്ചേർക്കുന്നു. അപ്പൊ നമ്മൾ ആത്മീയതയുമായിട്ട് ആവശ്യത്തിന് കൂട്ടിച്ചേർക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷേ ദൈവത്തിൻ്റെ പേരിൽ ദൈവത്തിൻ്റെ കോപമില്ലാതെയാക്കാൻ, ദൈവത്തിൻ്റെ പ്രീതി സ്വീകരിക്കാൻ, അങ്ങനെ ദൈവത്തെ സന്തോഷിപ്പിക്കാൻ, ദൈവത്തെ സന്തോഷിപ്പിച്ച് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കാൻ, അങ്ങനെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് സുഖമായിട്ട് ജീവിക്കാൻ, ഇങ്ങനെയെല്ലാം പറയുമ്പോൾ നമ്മുടെ ആത്മീയത ഏതോ തരത്തിൽ
ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നു, ദുഷ്പ്രയോഗത്തിന് വിധേയമാകുന്നു, അത് ഏതോ തരത്തിലുള്ള ഒന്നായിത്തീരുന്നു. അപ്പുറത്ത് ദൈവം ഞാൻ ചോദിച്ചതെല്ലാം തരാനായിട്ടിരിക്കുന്നു, ഞാൻ 5 രൂപയുടെ ഒരു പുഷ്പാഞ്ജലി നടത്തിയാൽ അദ്ദേഹം 5000 രൂപയുടെ എനിക്ക് തിരിച്ചു തരും, അല്ലെങ്കിൽ ഞാൻ എന്തെല്ലാം കുഴപ്പം ചെയ്താലും, തെറ്റുകൾ ചെയ്താലും, തിന്മകൾ ചെയ്താലും, അധാർമികമായിട്ടുള്ളത് ചെയ്താലും അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരംശം ദൈവത്തിന് കൊടുത്താൽ ദൈവം അത് ഉപയോഗിച്ച് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും കഴിച്ച് ദൈവം സന്തോഷിച്ച് ആ ദൈവം എനിക്ക് അതിനേക്കാൾ കൂടുതൽ ഇങ്ങോട്ട് തരും. 50 രൂപയുടെ അല്ലെങ്കിൽ 100 രൂപയുടെ കാരുണ്യ ലോട്ടറി ടിക്കറ്റ് എടുത്ത് 1 കോടി രൂപയും 2 കോടി രൂപയും ലോട്ടറി അടിക്കുന്ന മാതിരി ഉള്ള ഒരു അപ്രോച്ചാണ് ദൈവത്തോട് നമുക്ക് ഉണ്ടാവുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആത്മീയത എന്ന് പറയുന്നത് ഒരു വലിയ ചരക്കായിട്ട് മാറിയിരിക്കുക, ഒരു കച്ചവട ചരക്കായിട്ട് മാറിയിരിക്കുക നമുക്ക് പലർക്കും. പക്ഷേ ആ ആത്മീയത ഇന്ന് ഭാഗവതം വായിക്കുന്നതിൽ കാണാൻ സാധിക്കും. ഏത് രീതിയിൽ കച്ചവട ചരക്ക് മാറി ഭാഗവതത്തെ വ്യാഖ്യാനിച്ച് വിവരിച്ച് ആത്മീയതയിലേക്ക് വരൂ, നിങ്ങൾ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കൂ, നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിനെ ഏകാഗ്രമാക്കൂ, ധ്യാനിക്കൂ, നാമം ജപിക്കൂ. ഇതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് പറയുന്നില്ല. എനിക്ക് അത്ഭുതം തോന്നിയത് തൃശ്ശൂരിൽ ഈ അടുത്ത കാലത്ത് കർക്കിടക മാസം 1-ാം തീയതി ആനയൂട്ട് ഉണ്ടായിരുന്നു. 1057 ആനയുണ്ടായിരുന്നു എന്നാണ് ഞാൻ TV ന്യൂസിൽ കേട്ടത്. അവയ്ക്കെല്ലാം ഭക്ഷണം കൊടുക്കുക, എല്ലാവരും ചോറ് കൊടുക്കുക, അതിന് മഞ്ഞൾപ്പൊടി ഇട്ട് അങ്ങനെ ചോറ് കൊടുത്ത് 10,000 ആൾക്കാർ മിനി തൃശ്ശൂർ പൂരം പോലെ ആനകളെ കാണാൻ വരുന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നി. ആനകളോട് സ്നേഹം, ആനകളോട് ബഹുമാനം, ആനകളോട് ആദരവ്, ആനകളെ വേദനിപ്പിക്കുന്നതിലുള്ള ദുഃഖം, ആനകൾക്ക് ഭക്ഷണം കൊടുക്കുക, ആനകളെ ഇങ്ങനെ നിർത്തി കുട്ടികളെ കാണിച്ചു കൊടുക്കുക, അതെല്ലാം നല്ല കാര്യമാണ്. പക്ഷെ അതിനൊരു ന്യായീകരണം ഒരാള് TV-യിലൂടെ പറഞ്ഞത് കേട്ടത്, ദേവപ്രശ്നം വെച്ചപ്പോൾ ഗണപതിക്ക് ദേഷ്യമുണ്ട്, അത് തീർക്കാൻ ആനയൂട്ട് നടത്തണമെന്നാണ്. ഈ ഗണപതി എന്ന് പറയുന്ന ഒരു ഈശ്വര സങ്കല്പത്തിന് ദേഷ്യവും വാശിയും പകയും വിദ്വേഷവും അസൂയയും കുശുമ്പും കുനിഷ്ടും ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാ ഗണപതിയെ ദൈവമായിട്ട് എടുക്കുക? ദൈവത്തിന് ദേഷ്യവും വാശിയും പകയും വിദ്വേഷവും ഒക്കെ ഉണ്ടോ? ഭാരതീയ ദൈവത്തിന് വെറുതെ ബൈബിളിലെ പഴയ നിയമം വായിച്ചു നോക്കിയാൽ യഹോവയ്ക്ക് അങ്ങനെ ഉള്ളതായിട്ട് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഇടയ്ക്ക് കയറി ഞാൻ ബൈബിളിലേക്ക് പോയതല്ല, ജസ്റ്റ് പറഞ്ഞതാണ്. ഭാരതത്തിലെ ഈശ്വര സങ്കല്പത്തിന് ആനയ്ക്ക് ചോറ് കൊടുത്താൽ ഗണപതിക്ക് സന്തോഷമുണ്ടാവും, ഗണപതിക്ക് അല്ലെങ്കിൽ ദേഷ്യമുണ്ട്. എന്തിനാ ഗണപതി ദേഷ്യപ്പെടുന്നത്? ഇറാഖിൽ യുദ്ധം വന്നതുകൊണ്ടാണ്, അല്ല പാകിസ്ഥാനിലെ കറാച്ചി എയർപോർട്ടിനകത്ത് ടെററിസ്റ്റ് വന്നതിനാണോ, അല്ല മലേഷ്യൻ വിമാനം ഇടിച്ചിട്ടതിനാണോ ഈ ഗണപതിക്ക് ദേഷ്യം വന്നത്? ദേവപ്രശ്നം വെക്കുന്ന ആളുടെ തലയിൽ തോന്നുകയാണ് ഗണപതിക്ക് ദേഷ്യമുണ്ടെന്ന്. ശരിക്കും ഗണപതിക്ക് ദേഷ്യമുണ്ടെന്ന് അടുത്ത ഒരു ദേവപ്രശ്നം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഈ ദേവപ്രശ്നത്തിലൂടെ ഗണപതിക്ക് ദേഷ്യമുണ്ടെന്ന് പറഞ്ഞ് ഒരു നല്ല കാര്യത്തെ ശരിക്കും ദുർവ്യാഖ്യാനം ചെയ്ത് ആവശ്യമില്ലാത്ത വഴിയിലേക്ക് കൊണ്ടുപോവുക ചെയ്തത്. അത് തെറ്റാണോ ശരിയാണോ എന്നല്ല, ആവശ്യമില്ലാത്ത വഴിയിലേക്ക് കൊണ്ടുപോയി. അത് അങ്ങനെ ഓരോ അമ്പലങ്ങളിലും ദേവപ്രശ്നം വെച്ച് ദേവന് പ്രീതി പോരാ, ദേവന് സന്തോഷം പോരാ, ദൈവത്തിന് ഇഷ്ടമല്ല എന്നെല്ലാം പറഞ്ഞ് വ്യാഖ്യാനിക്കുമ്പോൾ അപ്പൊ പിന്നെ ദൈവവും അസുരനും തമ്മിൽ എന്താ വ്യത്യാസം? ദേഷ്യവും വാശിയും പകയും ഇഷ്ടക്കുറവും ഇഷ്ടക്കൂടുതലും എല്ലാം ദൈവത്തിന്റെ പേരിൽ മനുഷ്യൻ ചാർത്തുന്നത് മനുഷ്യന്റെ വികാരം ദൈവത്തിൽ വരുത്തിയാണ്, അല്ലാണ്ട് ഈശ്വരീയ വികാരം മനുഷ്യനിൽ വരുത്തിയല്ല. ഇവിടെ ദൈവത്തിന് സന്തോഷം അങ്ങനെയുള്ളതൊന്നും ഭാരതീയ ആത്മീയതയിലില്ല. ഞാൻ വഴിപാടിന് കൊടുക്കുന്നത് തന്നെ ദൈവത്തെ സന്തോഷിപ്പിക്കാനാണെന്ന ധാരണ തെറ്റാ. ദേവയജ്ഞം, ഋഷിയജ്ഞം, ഭൂതയജ്ഞം, പിതൃയജ്ഞം, മനുഷ്യയജ്ഞം, പഞ്ചമഹായജ്ഞത്തിനാണ് വഴിപാടിന് കൊടുക്കുന്നത്. നാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ അമ്പലം എന്ന് പറയുന്നത് മനസ്സിനും ശരീരത്തിനും കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും ശാശ്വത നന്മ വരുത്താനുള്ള കേന്ദ്രമാണ്. ആ അമ്പലത്തിലേക്ക് പോകുമ്പോൾ അകത്തേക്ക് കയറുമ്പോഴും പുറത്തേക്ക് വരുമ്പോഴും പഞ്ചശുദ്ധി ഉണ്ടാവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരീരം ശുദ്ധമായിരിക്കണം, മനസ്സ് ശുദ്ധമായിരിക്കണം, വാക്ക് ശുദ്ധമായിരിക്കണം, ആഹാരം ശുദ്ധമായിരിക്കണം, ചെയ്യുന്ന കർമ്മം ശുദ്ധമായിരിക്കണം. ഈ 5 ശുദ്ധി അമ്പലത്തിലേക്ക് പോകുമ്പോഴും അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് ജീവിക്കുമ്പോഴും മനുഷ്യനുണ്ടെങ്കിൽ ഒരു രോഗവും വരില്ല. 99% രോഗവും ഇന്ന് ഈ 5 ശുദ്ധികളില്ലാത്തതിൻ്റെയാണ്.
അപ്പോ നമ്മളിപ്പോ ആത്മീയത ഏതോ ഒരു തരത്തിലുള്ള ഒരു കടപ്പാടോ കഷ്ടപ്പാടോ ഉത്തരവാദിത്വമോ എല്ലാമായി മാറിയിരിക്കുകയാണ്. സ്വാമി വിവേകാനന്ദന്റെ ഭാഷയിൽ പറഞ്ഞാൽ റിലീജിയൻ ഈസ് ദ എക്സ്പീരിയൻസ്, സ്പിരിച്വാലിറ്റി ഈസ് ദി എക്സ്പീരിയൻസ്, നോട്ട് ദ ഡെമോൺസ്ട്രേഷൻ. പുറത്ത് കാണിക്കാൻ വേണ്ടി എന്തെല്ലാമോ ചെയ്യുന്നതല്ല റിലീജിയനും ആത്മീയതയും. ആത്മീയമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അതെല്ലാം ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ജില്ലയില് ഭാഗവതം വായിച്ച ഒരാള് ഭാഗവതം കേൾക്കാൻ വന്നവരോടൊക്കെ പറഞ്ഞു അത്രേ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കോ കുട്ടികൾക്കോ മറ്റാർക്കെങ്കിലും ഭയമുണ്ടെങ്കിൽ നാളെ നിങ്ങളുടെ വീട്ടിൽ ഒരു കത്തിയുമായിട്ട് വരിക, ഞാൻ ആ കത്തി പൂജിച്ചു തരാം, അത് വീട്ടിൽ കൊണ്ടുവച്ചാൽ ഭയം പോകും. ഇതെന്താ തലശ്ശേരിയോ ഉഞ്ചിയമോ മറ്റോ ഒക്കെ ആണോ? ഇത് കൂത്തുപറമ്പൊക്കെ ആണോ? ഭാഗവതം വായിക്കുന്ന സന്നിധിയിൽ കത്തി പൂജിച്ചു കൊടുക്കാം, എന്നിട്ട് ഭയം ഇല്ലാതെയാവാൻ. അതിനേക്കാളും നല്ലത് തോക്ക് പൂജിച്ചു കൊടുക്കല്ലേ, ഒരിക്കലും ഭയം ഉണ്ടാവില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഇല്ലാത്ത പലതിനെയും ഉണ്ടെന്ന് വരുത്തി നമ്മൾ ധാർമ്മികത ഇല്ലാത്ത കുറച്ച് ആർട്ടിഫിഷ്യൽ ആത്മീയതയിലേക്ക് കടന്നു പോകുന്ന ഒരു രീതിയാണ് കർക്കടകത്തിലെ രാമായണം വായനയിലും ക്ഷേത്ര പുനഃപ്രതിഷ്ഠ നടക്കുമ്പോഴും നവീകരണം നടക്കുമ്പോഴും ക്ഷേത്രത്തില് ഉത്സവങ്ങൾ നടക്കുമ്പോഴും നമ്മളുടെ ആചാരാനുഷ്ഠാനങ്ങൾ നടക്കുമ്പോഴും എല്ലാം സംഭവിക്കുന്നത്. ഇവിടെ വേണ്ടത് കുറച്ച് ആത്മീയത, ബാക്കി മുഴുവനും ധാർമ്മികതയാണ് വേണ്ടത്. എന്താ ധാർമ്മികത എന്ന് പറയുന്നത്? ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എത്ര കാലം ജീവിക്കുന്നു എന്ന് അറിഞ്ഞൂടാ. നമ്മുടെ മനസ്സിനെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുപോവാം. മന്ത്രം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. നമ്മുടെ മനസ്സിനെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുപോവാൻ ഭാഗവതത്തിലെ നന്മ നിറഞ്ഞ കഥകളും ഭഗവത്ഗീതയിലെ നന്മ നിറഞ്ഞ ഉപദേശങ്ങളും രാമായണത്തിലെ നന്മ നിറഞ്ഞ ജീവിത സന്ദേശങ്ങളും മനസ്സിനെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക്, ശരീരത്തെ അനാരോഗ്യത്തിൽ നിന്ന് ആരോഗ്യത്തിലേക്ക്, ഛിദ്രമാകുന്ന കുടുംബ ബന്ധത്തെ ഭദ്രമാകുന്ന കുടുംബ ബന്ധത്തിലേക്ക്, അന്ധവിശ്വാസങ്ങൾ കൊണ്ട് നിറയുന്ന നമ്മുടെ സനാതന ധർമ്മത്തെ അന്ധവിശ്വാസങ്ങൾ ഇല്ലാതെയാക്കിയിട്ട് ശാസ്ത്രീയമായ ശാസ്ത്രം പ്രമാണം, പ്രത്യക്ഷം പ്രമാണം, അനുമാനം പ്രമാണം, ആപ്തവാക്യം പ്രമാണം, 4 മഹാപ്രമാണങ്ങളാ ഉള്ളത്. ആ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ധാർമ്മികത സനാതന ധർമ്മത്തിൽ ഉണ്ടാക്കല്. ഇതുപോലെ നമ്മുടെ സമൂഹത്തിൽ വളരെയധികം നന്മകൾ ഇപ്പൊ കാണാൻ സാധിക്കും. ഉറപ്പാണ്, നല്ല നന്മകളുണ്ട്. ഐസൊലേറ്റഡ് ആയിട്ടുള്ള 6 വയസ്സായിട്ടുള്ള കുട്ടിയെ റേപ്പ് ചെയ്തു എന്നൊക്കെ വരുന്നുണ്ട്. 125 കോടി ജനതയുള്ള ഭാരതത്തില് ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ സംഭവിക്കുന്നു. അത് സീരിയസ് ആണ്. അത് സീരിയസ് ആണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ പാകത്തിന് പത്രമാധ്യമങ്ങള് അതിലുള്ള തിന്മകൾ ഉറക്കെ തുറന്നു കാണിക്കുന്നുണ്ട്. അത് ധാർമ്മികതയുടെ ലക്ഷണമാണ്. തിന്മകളെ ജാതിയോ മതമോ ഇസമോ ഒന്നും കൂടാതെ വളരെയധികം തുറന്നു കാണിക്കാം. ഇങ്ങനെ തുറന്ന് കാണിക്കുന്ന ആ ധാർമ്മികതയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ സമൂഹത്തിൽ തിന്മകൾ ഇല്ലാതെയാവണം. സ്വർണ്ണക്കൊടിമരത്തിന്റെ പേരിൽ അത് ആത്മീയതയാണെന്ന് വരുത്തി തീർക്കാം. കോടിക്കണക്കിന് രൂപ ഒരു അമ്പലത്തിന്റെ നവീകരണത്തിന് ഉപയോഗിക്കാം. ഒരു 2 ലക്ഷമോ 5 ലക്ഷമോ കൊണ്ട് തീർക്കാവുന്ന പുനഃപ്രതിഷ്ഠയും ബാക്കിയുള്ളതും കോടിക്കണക്കിന് രൂപ കൊണ്ട് തീർക്കാം. ഒരു ഭയങ്കരമായിട്ടുള്ള ഗോപുരം ഉണ്ടാക്കാം. ഒരു ആനയ്ക്ക് പോലും അകത്തേക്ക് കയറാൻ പറ്റാത്ത വിധത്തിൽ. ആനയെ കയറ്റണം എന്നല്ല ഞാൻ പറഞ്ഞത്. ആ തച്ചുശാസ്ത്രത്തെ വളച്ചൊടിച്ച അമ്പലത്തിലേക്ക് ഒരു പ്രയോജനം ഇല്ലാത്ത ഗോപുരം ഉണ്ടാക്കാം. വേണ്ടതിനും വേണ്ടാത്തതിനും ആത്മീയതയുടെ പേരിൽ ചെന്ന് പ്രശ്നം വയ്ക്കാം. എന്നിട്ട് വേണ്ടതിനും വേണ്ടാത്തതിനും ജാതകം നോക്കാം. ഇതെല്ലാം ആത്മീയതയുടെ പേരിലാണ് നടക്കുന്നത്. വേണ്ടത് ധാർമ്മികതയാണ് നമുക്ക്. ആ ധാർമ്മികതയാണ് മഹാഭാരതം വായിക്കുമ്പോഴും വേണ്ടത്. ധർമ്മപുത്രൻ എങ്ങനെ ജീവിച്ചു, അങ്ങനെ ജീവിച്ചപ്പോൾ അദ്ദേഹത്തിന് എന്തെല്ലാം ഗുണദോഷങ്ങൾ ഉണ്ടായി. കുന്തിയെ പോലെ ജീവിച്ചാൽ അവർക്ക് ഉണ്ടായ നന്മതിന്മകൾ നമുക്കും ഉണ്ടാവും. ഇതാണ് ധാർമ്മികത പഠിക്കാനുള്ള വഴി. ഗാന്ധാരിയെ പോലെ ജീവിച്ചാൽ ഗാന്ധാരിക്കുണ്ടായ അനുഭവങ്ങൾ നമുക്കുണ്ടാവും. അതല്ലേ മഹാഭാരതത്തിലുള്ളത്. അല്ലാതെ മഹാഭാരതത്തിൽ എന്ത് ആത്മീയതയാ ഉള്ളത്? മഹാഭാരതത്തിലെ ഏതെങ്കിലും ചരിത്ര പുരുഷൻ ഹിമാലയത്തിൽ ചെന്ന് തപസ് ചെയ്തിട്ട്
ഈശ്വരനെ പ്രീതിയാക്കിയിട്ട് സ്വർഗത്തിലേക്ക് പോയിട്ടുണ്ടോ? ഇത്രയും ബന്ധുക്കളെ വധിച്ച ദുഃഖമുണ്ട്, ഞാൻ ഇനി രാജ്യഭാരം ഏറ്റെടുക്കാനില്ല എന്ന് ധർമ്മപുത്രര് കൃഷ്ണനോട് പറഞ്ഞപ്പോ കൃഷ്ണൻ പറഞ്ഞത്, ഈ രാജ്യഭാരം ഏറ്റെടുക്കാൻ നിനക്ക് സൗകര്യമില്ലായിരുന്നു എങ്കിൽ പിന്നെ എന്തിന് ഈ യുദ്ധത്തിന് ഒരുമ്പെട്ടു? ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനുള്ള മനസ്സില്ലായിരുന്നു എങ്കിൽ ഇത്രയും പേരെ നീ എന്തിനു കൊന്നു എന്നൊരു ചോദ്യമാണ്. മഹാഭാരതത്തിലും നമ്മുടെ പുരാണത്തിലും എല്ലാവരും രാജാക്കന്മാരുടെയും കർമ്മധീരരായ വ്യക്തികളുടെയും ചരിത്രങ്ങളും കഥകളുമാണ് ഉള്ളത്. ആരും ഹിമാലയത്തിൽ ചെന്ന് തപസ് ചെയ്യാനും ആത്മീയത കൊണ്ട് 5 രൂപയ്ക്ക് രക്തപുഷ്പാഞ്ജലി വഴിപാട് നടത്താനും അല്ല. വഴിപാട് നടത്തിയിട്ടുണ്ടാവും, അവർ പൂജ നടത്തിയിട്ടുണ്ടാവും, അവർ നല്ല രീതിയിൽ സേവനങ്ങൾ നടത്തിയിട്ടുണ്ടാവും. അതെല്ലാം അപ്ലൈഡ് സ്പിരിച്വാലിറ്റിയാണ്. ധാർമ്മികത നിറഞ്ഞ മാതൃകാപരമായ ഒരു ജീവിതം നയിക്കാനുള്ള വഴിയാണ്. ഒരു രാജാവ് എന്ന് പറയുന്നതാണ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ജോലി. ഇന്ന് കൽക്കരിയും ബാക്കിയുള്ള 2Gയും 3Gയും കൈയിട്ട് വാരുന്ന മാതിരി പണ്ട് രാജാക്കന്മാര് കൈയിട്ട് വാരില്ല. അതുകൊണ്ട് അന്ന് പൈസ ഉണ്ടാക്കാനല്ല രാജാവിന്റെ ഭരണം നടത്തുക. ആ രാജാവിന്റെ ഭരണം ജനതയ്ക്ക് വേണ്ടിയിട്ടാണ്. കാമയേ ദുഃഖദപ്താനാം പ്രാണീനാം ആർത്തനാശനം. ശരിക്ക് ഈ സർവചരാചരങ്ങളുടെയും ദുഃഖമില്ലാതെയായിട്ട് അവർക്ക് നന്മ വരുത്താനാ ഒരു രാജാവ് രാജ്യം ഭരിക്കുക. ന രാജ്യം ന രാജാസി ന ദണ്ഡ്യോ ന ച ദണ്ഡിനഃ ധർമ്മേണ ഇവ പ്രജാ സർവേ രക്ഷന്തി സ്മ പരസ്പരം. പ്രജകളെ പരസ്പരം ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായിക്കാനും രക്ഷിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സപ്പോർട്ട് മാത്രമാണ് രാജാവിന് കൊടുക്കേണ്ട ആവശ്യമുള്ളത്. ശരിക്ക് രാജാവിനെ കുറിച്ച് പറയാറുള്ളത്, സ്ത്രീയശ്ച അപുരുഷാമാർഗം സർവ ആഭരണഭൂഷിത നിർഭയ പ്രതിപദ്യന്തേ തഥാ രക്ഷതി ഭൂമിപ. ഒരു സ്ത്രീ സർവ ആഭരണത്തോടുകൂടി, ഒരു സ്ത്രീ എല്ലാ ആഭരണങ്ങളും ഇട്ട് നിർഭയമായിട്ട് ഒരു ഭയവുമില്ലാതെ രാത്രികാലങ്ങളിൽ ഒറ്റയ്ക്ക് നടക്കാൻ പാകത്തിനുള്ള അവസരം ഉണ്ട് ഒരു രാജ്യത്തിലെങ്കിൽ ആ രാജ്യത്തിലെ ഭരണമുള്ളത്, ആ രാജ്യത്തിലെ രാജാവാണ് യഥാർത്ഥ രാജാവ്. ഇപ്പൊ രാജാവിന് റോട്ടിലൂടെ നടക്കലല്ല ജോലി, നിയമപാലനം ബാക്കിയുള്ളതെല്ലാം. അത് ഏറ്റവും കോംപ്ലിക്കേറ്റഡ്. 24 മണിക്കൂറും രാജാവ് അലർട്ടായിരിക്കണം. ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ജോലിയാണ് രാജാവ്. ആ രാജാക്കന്മാരുടെ കഥകളാണ് നമ്മുടെ പുരാണങ്ങളിലുള്ളത്. ആ രാജാക്കന്മാരുടെ ചരിത്രമാണ് മഹാഭാരതം മുഴുവനും. ആ രാജാക്കന്മാരുടെ ചരിത്രമാണ് രാമായണം. എന്നാലോചിച്ചൊക്കെ, ഭരതൻ രാജാവായിരുന്നു, ദശരഥൻ രാജാവായിരുന്നു, ദശരഥന്റെ പത്നിമാര് രാജ്ഞിമാരായിരുന്നു, രാമന്റെ പത്നി സീത, അതേപോലെ തന്നെ ബാലി സുഗ്രീവൻ രാജപദവിയിൽ ഇരുന്നവരായിരുന്നു. ഇപ്പുറത്ത് നോക്കുക, രാവണനും കുംഭകർണനും വിഭീഷണനും ലങ്കാധിപതിമാരായിരുന്നു. ഇപ്പൊ രാമായണം മുഴുവനും രാജാക്കന്മാരുടെ കഥയാണ്. തപസ് ചെയ്തിട്ട് നേടിയ ശക്തി കൊണ്ട് രാജ്യത്തിൽ ധാർമ്മികത ഉണ്ടാക്കാം. അപ്പോ മഹാഭാരതം നോക്കുക, ശരിക്ക് എല്ലാവരും രാജ്യഭരണവുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. ധൃതരാഷ്ട്രര്, ഗാന്ധാരി, ഭീഷ്മര്, ദ്രോണര്, കർണൻ യുവരാജാവായിരുന്നു, ദുര്യോധനൻ രാജാവാകാൻ ആഗ്രഹിച്ചവരായിരുന്നു, പാണ്ഡു എന്ന രാജാവിന്റെ മക്കള് അടുത്ത ഭരണം ഏറ്റെടുക്കാനുള്ളവരാണ്. ഇവരെല്ലാവരും ധാർമ്മികതയുടെ ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു. പക്ഷേ നമ്മള് പുരാണങ്ങളെയും മഹാഭാരതത്തെയും രാമായണത്തെയും എല്ലാം ആത്മീയ ഗ്രന്ഥമാക്കി വിളക്ക് വെച്ച് കത്തിച്ച് പ്രാർത്ഥിച്ച് പൂജിച്ച് എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഭാഗവതം വായിച്ചാൽ കിട്ടും, എനിക്ക് ആവശ്യമുള്ളതെല്ലാം കർക്കിടക മാസത്തിലെ രാമായണം വായിച്ചാൽ കിട്ടും എന്നുള്ള രീതിയിലാക്കി, എനിക്ക് ആവശ്യമുള്ളത് കിട്ടും, ആവശ്യമുള്ളതിൽ ഏറ്റവും അത്യാവശ്യമുള്ളത് കിട്ടുമെന്നായിരുന്നെങ്കിൽ നന്നായേനെ. ഏറ്റവും അത്യാവശ്യമുള്ളതാണ് ധർമ്മബോധം. രാമൻ എങ്ങനെ ജീവിച്ചു എന്നുള്ളത് നോക്കാം. അതിന് പകരം നമ്മൾ രാമന്റെ ചിത്രം വെച്ചിട്ട് പൂജിക്കുക മാത്രം ചെയ്യുന്നു. രാമന്റെ ചിത്രം വെച്ചിട്ട് പൂജിക്കുന്നതിന് തെറ്റില്ല. പക്ഷേ രാമന്റെ ചിത്രം വെച്ച് പൂജിക്കുന്നതോടുകൂടി കർക്കിടക മാസത്തിൽ ഞാൻ ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം ചെയ്തു തീർത്തു എന്ന ധാരണയിൽ നമ്മൾ ജീവിക്കുന്നു. അവിടെയാണ് നമുക്ക് അബദ്ധം പറ്റുന്നത്. ഭരതനെ പോലെയുള്ള ധാർമ്മിക ബോധം അത് നമ്മൾക്ക് എത്ര പേര് നമ്മൾ അതിലൂടെ കടന്നുപോയിട്ടുണ്ട്. ലക്ഷ്മണനെ പോലെയുള്ള സഹോദര സ്നേഹം, ദശരഥനെ പോലെയുള്ള പിതൃവാത്സല്യം, ഇതെല്ലാം ഒന്ന് നോക്കാം. എല്ലാവരും രാമനും സീതയും തമ്മിൽ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? ഐഡിയൽ ഭാര്യാഭർത്തൃ ബന്ധം. ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നനും രാമനും തമ്മിൽ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? ഐഡിയൽ സഹോദര ബന്ധം.
ഇത്രയും രാക്ഷസീയമായ കർമ്മം ചെയ്തിട്ടും മണ്ഡോദരി രാവണനോട് എങ്ങനെയാ പെരുമാറിയെന്ന് നോക്കുക. ഒരു ഭാര്യയുടെ ധർമ്മം. അതുപോലെ ഇന്ദ്രജിത്ത് അച്ഛൻ ചെയ്തത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടും അച്ഛന്റെ തെറ്റിന്റെ കൂട്ടത്തിൽ നിന്നു ലാസ്റ്റ് വരെ, ശരിയോ തെറ്റോ എന്നല്ല, ഒരു പിതൃസ്നേഹം. ജ്യേഷ്ഠാനുജന്മാര് തമ്മിൽ യുദ്ധം ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ബാലി സുഗ്രീവന്മാരുടെ ചരിതം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മള് ക്ഷേത്രങ്ങളായാലും ആചാരങ്ങളായാലും അനുഷ്ഠാനങ്ങളായാലും നമ്മുടെ ഗ്രന്ഥങ്ങളുടെ വായനയായാലും എല്ലാം സോ കോൾഡ് ആത്മീയതയിലൂടെ കടന്നു പോവുകയാണ്. സോ കോൾഡ് ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഡെമോൺസ്ട്രേറ്റീവ് സ്പിരിച്വാലിറ്റി, അപ്ലൈഡ് സ്പിരിച്വാലിറ്റി അല്ല, പ്രദർശനാത്മകമായിട്ടുള്ള ആത്മീയത. പക്ഷെ ഇപ്പൊ ചെയ്യുന്നതെല്ലാം ചെയ്യണം, അതൊന്നും ചെയ്യണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. ധാരാളം സ്വാമിമാര് രാവിലെയും വൈകുന്നേരവും എല്ലാം ടി വിയിൽ പ്രഭാഷണം കൊടുക്കുമ്പോൾ ഞാൻ അവർ പറയുന്നത് കേൾക്കുമ്പോൾ, നിങ്ങൾ ഗുരുവായൂരപ്പനെ ആശ്രയിച്ചോളൂ, ഗുരുവായൂരപ്പന്റെ നാമം ജപിക്കൂ, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തൂടെ അങ്ങനെ ചെയ്തൂടെ ഇത് ചെയ്തു. ആ ഗുരുവായൂരപ്പനെ ആശ്രയിച്ച് ഗുരുവായൂരപ്പനെ പൂജിച്ച് ഗുരുവായൂരപ്പനെ ധ്യാനിച്ച് നന്മ നിറഞ്ഞ ഭാഗവതം വായിച്ച് നമ്മളുടെ പൈതൃക ഗ്രന്ഥങ്ങളുടെ സന്ദേശങ്ങൾ എടുത്ത് ഭഗവത്ഗീത വായിച്ച് ജീവിതത്തിൽ നിരന്തരം കർമ്മനിരതരാവൂ. ഇതാണ് ഭാരതം ലോകത്തിന് കാണിച്ചു കൊടുത്തത്. ആ കർമ്മനിരതനാകാത്ത ഒരു ഋഷിവര്യൻ ഭാരതത്തിലില്ല. വസിഷ്ഠൻ യോഗവാസിഷ്ഠം എന്ന അതിബൃഹത്തായ 37,000 ശ്ലോകങ്ങളുള്ള ഗ്രന്ഥം എഴുതി. ആ കോസല രാജ്യത്തിന്റെ തലസ്ഥാനമായ അയോധ്യയിലെ എല്ലാ ധാർമ്മിക ഉപദേശങ്ങളും നൽകിയത് വസിഷ്ഠനാണ്. വസിഷ്ഠൻ ഉറങ്ങിയിട്ടേയില്ല. 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും മഹാഭാരതവും എഴുതിയ വ്യാസൻ ഈ വേദങ്ങളെ 4 തികത്തു. ഇത്രയും അധികം ഒരാൾ ചെയ്യണമെങ്കിൽ അങ്ങനെ ഉറങ്ങാൻ നേരമുണ്ടോ? ഇപ്പൊ വ്യാസൻ എന്താ ഹിമാലയത്തിൽ പോയി തപസ് ചെയ്യുക ചെയ്തത്? വസിഷ്ഠൻ ഹിമാലയത്തിൽ പോയി തപസ് ചെയ്യുക ചെയ്തത്? വേദമന്ത്രങ്ങൾ എഴുതിയത് മുഴുവനും വിശ്വാമിത്ര കുലത്തിലുള്ള ആൾക്കാരാ. 109 ഋഷിവര്യന്മാര്. ആ ഋഷിവര്യന്മാര് എല്ലാം വെറുതെ ഇരുന്നിട്ടില്ല, എല്ലാവരും നിരന്തര കർമ്മനിരതരായിരുന്നു. വാൽമീകി വെറുതെ ഇരുന്നിട്ടുണ്ടോ? 24,000 ശ്ലോകങ്ങളുള്ള രാമായണം എഴുതി ലവകുശന്മാരെ ബൈഹാർട്ട് പഠിപ്പിച്ച് അത് രാമന്റെ സന്നിധിയിൽ ചൊല്ലിപ്പിക്കണമെങ്കിൽ വാൽമീകിക്ക് എത്ര റെസ്റ്റ് കിട്ടിയിട്ടുണ്ടാവും? അഗസ്ത്യ മഹർഷി വെറുതെ ഇരുന്നിട്ടുണ്ടോ? ഭരദ്വാജ മഹർഷിയാണ് അംശുബോധിനി എന്ന ഗ്രന്ഥം എഴുതിയത്. അംശുബോധിനി എന്ന ഗ്രന്ഥത്തെക്കുറിച്ച് ഞാൻ ഒരു വരി കൊണ്ട് വിവരിക്കട്ടെ. നിങ്ങളിരിക്കുന്ന കസേരയുടെ അത്രയും പൊക്കം വരും. അത് മോഡേൺ ബുക്കായിട്ട് പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് അംശുബോധിനി എന്ന. അംശുബോധിനി എന്ന അതിബൃഹത്തായ ഗ്രന്ഥത്തില് ഒരു അധ്യായമാണ് യന്ത്രസർവസ്വം. ആ യന്ത്രസർവസ്വത്തിൽ 140 ഉപകരണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. 140 ഉപകരണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതില് 40ാമത്തെ ഉപകരണമാണ് വിമാനം. ദേശാന്തരം യദ്ധത് ലോകാന്തരം തഥാ ദ്വീപാന്തരം ചൈവ യോ അംബരേ ഗന്തുമർഹതി സ വിമാന ഇതി പ്രോക്ത ഖേദശാസ്ത്രവിദാംബരൈഹി. ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക്, ഒരു ലോകത്തിൽ നിന്ന് മറ്റൊരു ലോകത്തിലേക്ക്, ഒരു ദ്വീപിൽ നിന്ന് മറ്റൊരു ദ്വീപിലേക്ക് ആകാശമാർഗത്തിലൂടെ പോകാൻ ഉപയോഗിക്കുന്ന വാഹനത്തെയാണ് വിമാനം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാണ് വിമാനതന്ത്രം ആരംഭിക്കുന്നത്. ആ വിമാനതന്ത്രം അതിബൃഹത്തായ ഒരു പുസ്തകം. അതിൽ തന്നെ ഉണ്ട് 60 ചാപ്റ്റർ. അപ്പൊ ആലോചിച്ച് നോക്കാം. അംശുബോധിനി എന്ന അതിബൃഹത്തായ ഭരദ്വാജ വിരചിതം, ശരിക്കും പറഞ്ഞ ദ്വാന്ത പ്രമാപകം നാമ നവോത്തര ശതാത്മകം യന്ത്രം ഭരദ്വാജേന ധീമതാ വിരചിതം. ജീനിയസ് ആയിട്ടുള്ള ഭരദ്വാജൻ എഴുതിയ അംശുബോധിനി എന്ന പുസ്തകത്തിലെ ഒരു ചാപ്റ്ററാണ് യന്ത്രസർവസ്വം. ആ യന്ത്രസർവസ്വത്തിൽ 140 യന്ത്രങ്ങളുണ്ട്. അതിലെ 40ാമത്തെ യന്ത്രമാണ് വിമാനം. ആ വിമാനതന്ത്രം എന്ന പുസ്തകം തന്നെ 1 ഇഞ്ച് കനം. 109ാമത്തെ യന്ത്രമാണ് സ്പെക്ട്രോഫോട്ടോമീറ്റർ. അത് IIT ഡൽഹിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോഴും ഭരദ്വാജന്റേത്. ഇപ്പൊ ഭരദ്വാജൻ ജീവിതത്തിൽ എന്നെങ്കിലും വിശ്രമിച്ചിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ ഹിമാലയത്തിൽ ചെന്ന് തപസ് മാത്രം ചെയ്തിരുന്നു എങ്കിൽ ഈ അംശുബോധിനി എന്ന ഗ്രന്ഥം രചിക്കപ്പെടുമായിരുന്നില്ല
ഏത് വ്യക്തിയെക്കുറിച്ച് ഭാരതത്തിൽ നോക്കിക്കോളും, ഒരു ഋഷിവര്യനും ഈ തപസ് ചെയ്ത് കിട്ടിയ ശക്തി മോക്ഷത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല, കർമ്മത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടു. പ്രഹ്ലാദന്റെ കഥ നോക്കുക. ഹിരണ്യകശിപു വധിക്കപ്പെട്ടതിന് ശേഷം പ്രഹ്ലാദൻ രാജാവാണ് ചെയ്തത്. അത് ഭാഗവതം വായിക്കുന്നവരാരും പറയണില്ല. പിന്നെ ജീവിതാന്ത്യം വരെ പ്രഹ്ലാദൻ രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു. അത് പറയുന്നില്ല. പ്രഹ്ലാദന് നരസിംഹമൂർത്തി മടിയിലിരുത്തി ഉപദേശം കൊടുത്തു എന്ന് പറയുന്നതോടുകൂടി തീരെയാണ്. പിന്നെ പ്രഹ്ലാദൻ എന്താ ചെയ്തതെന്നല്ലേ പറയേണ്ടത്. ധ്രുവനെ കുറിച്ച് പറയുന്നത് നോക്കാം. എന്ത് ഗംഭീരായിട്ടാ ധ്രുവൻ രാജാവായിട്ട് വാണുള്ളൂ. ഭരതൻ, ഭാഗവതത്തിലെ ഭരതൻ രാജാവായിരുന്നു. ശരിക്കും പ്രാചീന പഠിച്ച രാജാവായിരുന്നു. അംബരീഷൻ രാജാവായിരുന്നു. ഈ ഭാഗവതത്തിലെ കഥകൾ മുഴുവൻ എടുത്തു നോക്കുക രാജാക്കന്മാരുടേതാണ്. ഞാൻ രാജാക്കന്മാരുടേത് തന്നെ എടുത്തെടുത്ത് പറയാൻ കാരണം എന്താ അറിയാമോ? ലോകത്തിലെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർക്കാണ് രാജാവായിട്ട് ഭരിക്കുക. സംസ്കൃതത്തിലെ വ്യാകരണ ഗ്രന്ഥമുണ്ട്, അഷ്ടാധ്യായി എന്നാ പറയാം. വ്യാകരണ ഗ്രന്ഥം അഷ്ടാധ്യായി, അതിന് മഹാഭാഷ്യം എന്നും പേരുണ്ട്. അത് പഠിക്കാൻ വളരെ കോംപ്ലിക്കേഷനുള്ള ഗ്രന്ഥമാണ്. അത് പഠിക്കാൻ വരുന്നവരോട് ചോദിക്കും അത്രേ, മഹാഭാഷ്യം പഠനീയം വാ മഹാരാജ്യം പാലനീയം. ഈ 8 അധ്യായങ്ങളുള്ള അഷ്ടാധ്യായി എന്ന വ്യാകരണ ഗ്രന്ഥം നിനക്ക് പഠിക്കാൻ ആണോ താല്പര്യം? ഒരു വലിയ രാജ്യം ഭരിക്കാനാണോ താല്പര്യം? രണ്ടും ഈക്വലി കോംപ്ലിക്കേറ്റഡ് ആണ്, മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ആണെന്ന അർത്ഥത്തിലായി ചോദ്യം ചോദിക്കുന്നത്. അത്രേ. അപ്പൊ ഒരു രാജ്യം ഭരിക്കാൻ ഒരു അത്ര എളുപ്പമൊന്നുമല്ല. അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ, താൽക്കാലികമോ ശാശ്വതമായിട്ടുള്ളത് ചെയ്തുകൊണ്ടിരുന്നവരുടെ കഥകളാണ് പുരാണത്തിലുള്ളത്. ചെയ്തുകൊണ്ടിരുന്നവരുടെ ചരിത്രമാണ് മഹാഭാരതത്തിലുള്ളത്. അത് തന്നെയാണ് രാമായണത്തിലുള്ളത്. അതെല്ലാം നമ്മൾ മറന്ന് നമ്മൾ സീതയും ലക്ഷ്മണനും ഭരതനുമുള്ള ചിത്രം വെച്ച് കൈകൂപ്പി പ്രാർത്ഥിച്ച് എൻ്റെ പാപം നീ ഏറ്റെടുക്കണമേ എന്ന രീതിയിലാണ് നമ്മൾ പ്രാർത്ഥിക്കുക. അതിന് ഞാൻ ഒരു പഴം നിനക്ക് നേദിക്കാം, അല്ലെങ്കിൽ പായസം നേദിക്കാം. ഞാൻ വീണ്ടും പറയുന്നു, പഴം നിവേദിക്കുന്നതും പായസം നിവേദിക്കുന്നതും അപ്പം നിവേദിക്കുന്നതും അമ്പലത്തിൽ പോകുന്നതും വഴിപാട് കൊടുക്കുന്നതും നിർബന്ധമായിട്ടും ഹിന്ദുധർമ്മത്തിന്റെ ഭാഗമാണ്. പക്ഷെ അത് പഞ്ചമഹായജ്ഞത്തിന്റെ ഭാഗമാണ്. അങ്ങോട്ട് കൈക്കൂലി കൊടുത്തിട്ട് ഇങ്ങോട്ട് എന്തെങ്കിലും സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല വഴിപാടുകൾ. അതിനകത്ത് വലിയൊരു അർത്ഥമുണ്ട്. അതെല്ലാം നമ്മൾ ചെയ്യും. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാ? നമ്മൾ പൂജ നടത്തുന്നത് എന്തിനാ? നമ്മൾ ഹോമം നടത്തുന്നത് എന്തിനാണ്? നമ്മൾ ഗണപതി ഹോമം നടത്തുന്നത് എന്തിനാണ്? ധ്യാനിക്കുന്നത് എന്തിനാണ്? തപസ് ചെയ്യുന്നത് എന്തിനാണ്? ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് എന്തിനാണ്? ധാരാളം സങ്കല്പങ്ങളിലൂടെ കടന്നു പോകുന്നത്, ഗ്രന്ഥപാരായണം നടത്തുന്നത് എന്തിനാണ്? എല്ലാം ഈ ലോകത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന കർമ്മത്തെ ധന്യമാക്കാനാണ്. അങ്ങനെ അല്ലെങ്കിൽ ഭഗവത്ഗീത എല്ലാം ഉപദേശിച്ചു കൊടുത്തിട്ട് ശ്രീകൃഷ്ണന് അർജുനനോട് പറഞ്ഞുകൂടായിരുന്നോ, നീ ഇനി യുദ്ധം ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നേരെ ഹിമാലയത്തിൽ ചെന്ന് തപസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? 14 വർഷം കാട്ടിൽ പോയി വസിച്ച രാമൻ തിരിച്ചു വരുമ്പോ, ഇനി എനിക്ക് മതി ഭരത, നീ തന്നെ രാജാവായിട്ടിരുന്നോളൂ, ഞാൻ പോവുകയാണെന്ന് രാമൻ പറഞ്ഞില്ലല്ലോ. രാമന്റെ ഉത്തരവാദിത്വമാണ് ഒരു രാഷ്ട്രത്തിന്റെ ഭരണം നടത്തുക. ഇത് തന്നെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വത്തിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി ഞാൻ ചിലപ്പോൾ വള്ളിക്കാവിൽ പോകാറുണ്ട്, അമൃതാനന്ദമയുടെ ആശ്രമത്തിൽ. അവിടുത്തെ ഓരോ സന്യാസിമാരും ഞാനൊക്കെ ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ നമ്മളൊക്കെ ചെയ്യുന്നതിൻ്റെ 5 ഇരട്ടി വർക്കാണ് ചെയ്യുന്നത്. ഒരാളും വെറുതെ ഇരിക്കാറില്ല. എത്ര പേരാണെന്നറിയാമോ ഇന്ത്യ ചൈന ബോർഡറിലും ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലും ഒക്കെ ഈ മെഡിറ്റേഷൻ മിലിറ്ററിക്കാർക്ക് പഠിപ്പിക്കാൻ വേണ്ടി പോയിരിക്കുന്നത്? എത്ര പേരാ കോച്ചി വലിക്കുന്ന തണുപ്പത്ത്? എത്ര പേരാ ഈ പാവപ്പെട്ടവർക്ക് വീട് വെക്കാൻ വേണ്ടി പോയിരിക്കുന്നത്? എത്ര പേരാണ് ഓരോ തരത്തിൽ ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്നത്? ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുന്നേ. അത് 18 മണിക്കൂറൊക്കെ അവർ വർക്ക് ചെയ്യുന്നത്. ഞാൻ നേരിട്ട് കണ്ടതാ. എനിക്ക് അത്ഭുതം തോന്നി. സന്യാസം എന്ന് പറഞ്ഞാൽ എല്ലാം ത്യജിച്ച് ചുമ്മാ കണ്ണുടച്ച ആത്മീയതയല്ല എന്ന് അമൃതാനന്ദമയുടെ സന്യാസിമാരെ കാണിച്ചു തന്നത് ഞാൻ കണ്ടതാ. ചിലർക്ക് സംശയം ഉണ്ടാവും, സാർ അമൃതാനന്ദമയെ കുറിച്ച് ഇടയ്ക്ക് പറയുമ്പോൾ സാറ് വിഷയം അങ്ങോട്ടേക്ക് പോയിട്ട് അവരെ ഞാൻ അമൃതാനന്ദമയുടെ മഠത്തിലും പോകാറില്ല, അവിടെ ചെന്ന് നമസ്കരിക്കാറുമില്ല, അവിടെ പ്രഭാഷണം കേൾക്കാറുമില്ല, ഒന്നും ഞാൻ ചെയ്യാറില്ല. പക്ഷെ ഈ ലോകത്തിൽ നന്മ ചെയ്യുന്നവരെല്ലാം ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. അത്
ഹിന്ദു ധർമ്മത്തിൽ സന്യാസം എന്ന വാക്കിന് നമ്മൾ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തിട്ടാണ് എല്ലാം ഉപേക്ഷിച്ച് ചെന്ന് തപസ് ചെയ്യല സന്യാസം എന്ന് ധരിച്ച്, നമ്മൾ ആത്മീയത എന്ന് ധരിച്ച് അതനുസരിച്ച് ജനങ്ങളെ പഠിപ്പിക്കുമ്പോൾ അങ്ങനെയല്ല. സന്യാസിമാരും ബ്രഹ്മചാരിമാരും ആയി ഇരുന്നു കൊണ്ട് തന്നെ രാവിലെ 3:30 മുതൽക്ക് രാത്രി 11 മണി വരെ വർക്ക് ചെയ്യുന്നവരെ കാണാൻ ഹിമാലയത്തിൽ പോകണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ എക്സാമ്പിൾ പറഞ്ഞത്. ആരുടെയെങ്കിലും ഫോളോവർ ആകാനോ വേണ്ടിയല്ല. ഇപ്പൊ നമ്മളുടെ മുമ്പിൽ ഞാൻ ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു, ക്ഷേത്രമായാലും ക്ഷേത്ര ആരാധനകളായാലും രാമായണ മാസാനുഷ്ഠാനാണെങ്കിലും അതുപോലെ പുനഃപ്രതിഷ്ഠാ കർമ്മങ്ങളാണെങ്കിലും ക്ഷേത്ര ഉത്സവങ്ങളാണെങ്കിലും ആത്മീയത ധാർമ്മികതയ്ക്കുള്ളൊരു വഴിയാണ്. ധാർമ്മികത ഉണ്ടാക്കലാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. വെറുതെ ഗുരുവായൂരപ്പനെ മനസ്സിൽ വെച്ചുകൊണ്ട് കണ്ണുടച്ച് ധ്യാനിച്ച് പൂജിച്ച് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയല്ല ആത്മീയത. ധാർമ്മിക ബോധത്തോടുകൂടി ഈ വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടും സനാതന ധർമ്മപരമായിട്ടും സമൂഹപരമായിട്ടും രാഷ്ട്രപരമായിട്ടും മാനവരാശിയുടെ അടിസ്ഥാനത്തിലും ജീവിക്കാനുള്ള അപ്ലൈഡ് സ്പിരിച്വാലിറ്റിയാണ് ഭാരതത്തിലെ ധാർമ്മികത. അപ്ലൈഡ് സ്പിരിച്വാലിറ്റിയാണ് ഭാരതത്തിലെ ധാർമ്മികത. വെറും തിയറട്ടിക്കൽ സ്പിരിച്വാലിറ്റിയിലൂടെയാണ് ഇപ്പൊ നമ്മൾ പലരും പോകുന്നത് എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട്, നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം, നമ്മുടെ കുടുംബം, സനാതന ധർമ്മം, നമ്മുടെ സമൂഹം, നമ്മുടെ രാഷ്ട്രം, അതിന് ഭാരതത്തിന് പുറത്ത് പ്രവർത്തിക്കുന്നവർക്ക് മാനവരാശി കൂടി അതിനകത്തേക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. അവർക്ക് സസ്റ്റൈനബിൾ ആൻഡ് പെർമനന്റ് നന്മ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടായിട്ടോ ഏർപ്പെടുന്നതാണ് അപ്ലൈഡ് സ്പിരിച്വാലിറ്റി. നരസേവ, നാരായണ സേവ, മാനവസേവ, മാധവസേവ, ജനസേവ, ജനാർദ്ദന സേവ. ഈ ജനം, മാനവൻ, നരൻ എന്നൊക്കെ പറയുമ്പോൾ സർവചരാചരങ്ങളും അതിനകത്ത് പെടുമെന്ന് കൂടി ഓർമ്മിക്കാൻ സാധിക്കട്ടെ. ആത്മീയത അവനവന്റെ ആത്മാവിന്റെ മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന ഇടുങ്ങിയ ചിന്താധാര മാറ്റിയിട്ട് എല്ലാ കല്യാണാർത്ഥായ ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള വഴി നമ്മളിലൂടെ നമ്മളെ കൊണ്ട് സാധിക്കുന്നത് ചെയ്യലാണ് ധാർമ്മികത. രാമായണം വായിച്ചു പഠിച്ചു പഠിപ്പിക്കുമ്പോഴും ആ ബോധം നമുക്കുണ്ടാവണം. മനസ്സ്, ശരീരം, കുടുംബം, സനാതന ധർമ്മം, സമൂഹം, രാഷ്ട്രം സസ്റ്റൈനബിൾ ആൻഡ് പെർമനന്റ് നന്മ വരുത്താൻ വേണ്ടിയാണ് കഥകളും അനുഭവങ്ങളും ഉപദേശങ്ങളും ജീവിത സത്യങ്ങളും നമ്മുടെ പൂർവികര് നമ്മളെ പഠിപ്പിച്ചത്. ആ വഴിയിലൂടെ ആവട്ടെ നമ്മുടെ പ്രയാണം. പ്രണാമം. എല്ലാവർക്കും നമസ്കാരം.